ഏകദേശം 1.25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1896 ഏതൻസിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സ് ആദ്യമായി നടക്കുമ്പോൾ അന്ന് ഒരു സ്ത്രീ പോലും ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല. 11 രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത വിരലിലെണ്ണാവുന്ന ഇനങ്ങളിൽ മാത്രം മത്സരം നടന്ന ആദ്യ ഒളിമ്പിക്സ് സമ്പൂർണമായും ഒരു പുരുഷ വേദിയായിരുന്നു. എന്നാൽ ഇന്ന് ഫ്രാൻസിൽ നടക്കാൻ പോകുന്ന 30ാം ലോക കായിക മാമാങ്കത്തിൽ തുല്യ പ്രാതിനിധ്യത്തോടെ സ്ത്രീകളുമുണ്ട്. ലോക ചരിത്രത്തിൽ തുല്യതയ്ക്ക് വേണ്ടി നടന്ന പോരാട്ടങ്ങളുടെ കൂടി പ്രതിഫലനമാണ് പാരീസിൽ സംഭവിക്കാൻ പോകുന്നത്. ഒളിമ്പിക്സിന്റെ ആദ്യ പതിപ്പിൽ വേദിയിൽ ഒരു സ്ത്രീക്ക് പോലും പ്രവേശനം ഇല്ലാതിരുന്നിടത്ത് നിന്നാണ് തുല്യതയിലേക്കുള്ള ഈ ചരിത്രയാത്ര. ആധുനിക ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിൽ നടന്ന ആദ്യ ഒളിമ്പിക്സിൽ മത്സരവേദികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒളിമ്പിക്സിലാണ് സ്ത്രീകൾ ആദ്യമായി മത്സരിച്ചു തുടങ്ങുന്നത്. 975 പുരുഷന്മാർ പങ്കെടുത്ത ആ ഒളിമ്പിക്സിൽ 22 സ്ത്രീകൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. ഗോൾഫ് അല്ലെങ്കിൽ ടെന്നീസ് പോലെയുള്ള പൊതുവെ സ്ത്രീ സൗഹൃദമെന്ന് കണക്കാക്കപ്പെടുന്ന കായിക ഇനങ്ങൾ മാത്രമാണ് സ്ത്രീകൾക്ക് അക്കാലത്ത് അനുവദിക്കപ്പെട്ടിരുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെങ്കിലും സ്ത്രീകളുടെ വേദിയിലേക്കുള്ള കടന്നുവരവ് കുറഞ്ഞു. ശാരീരിക ദൗർബല്യം എന്ന പേര് പറഞ്ഞ് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിന് ശേഷം നീണ്ട അത്ലറ്റിക് മത്സരങ്ങളിൽ നിന്ന് സ്ത്രീകളെ വിലക്കുന്ന സാഹചര്യവും ഉണ്ടായി. നീണ്ട പ്രതിഷേധത്തിലൂടെയും പോരാട്ടത്തിലൂടെയും ഇവ പിന്നീട് പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നീട് പല രാജ്യങ്ങളും മെഡൽ ടാലി സ്ഥാനത്തിനായി മത്സരം ശക്തമാക്കിയപ്പോൾ കൂടുതൽ സ്ത്രീകളെ ലോകവേദിയിലേക്ക് കൊണ്ടുവന്നു. കൂടുതൽ ഇനങ്ങളും ഇതിന്റെ ഭാഗമായി കടന്നു വന്നു. അങ്ങനെ 1984 യുഎസിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആയപ്പോഴേക്കും സ്ത്രീകളുടെ പങ്കാളിത്തം 23% വർദ്ധിച്ചു. തുടർന്നങ്ങോട്ട് ഓരോ എഡിഷനിലും സ്ത്രീകളുടെ എണ്ണവും ഇനങ്ങളും വീണ്ടും കൂടി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ അത് 44%. 2024 പാരീസ് ഒളിമ്പിക്സ് മത്സരിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം തുല്യതയിലെത്തിച്ച് ചരിത്രം സൃഷ്ടിച്ചു. വനിതകൾക്ക് 152 ഇനങ്ങളും പുരുഷന്മാർക്ക് 157 ഇനങ്ങളും മിക്സ്ഡ് കാറ്റഗറിയായി 20 ഇനങ്ങളുമാണ് ഇത്തവണയുള്ളത്. പാരീസിൽ പങ്കെടുക്കുന്ന 10,500 മത്സരാർത്ഥികളിൽ 5,250 പേർ സ്ത്രീകളാണ്. അങ്ങനെ ആൺ ആധിപത്യത്തിന്റെ പ്രദർശനമായും അഹങ്കാരമായും തുടങ്ങിയ ഒളിമ്പിക്സ് ലിംഗസമത്വത്തിന്റെയും തുല്യതയുടെയും ചരിത്രമെഴുതി. മാർച്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പാരീസ് 2024 ഗെയിംസിന്റെ ഡയറക്ടർ മാരി സെല്ലോയ്സ് മറ്റൊരു പ്രഖ്യാപനം നടത്തി. ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പതാകവാഹകരായി 2 പേരെ ഉൾപ്പെടുത്തണമെന്നും അതിലൊരാൾ സ്ത്രീ ആയിരിക്കണമെന്നുമായിരുന്നു അത്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി മൈതാനത്ത് ലിംഗസമത്വം സംഭവിക്കാൻ പോകുന്നു. ലോകത്തിന്റെ സർവ്വ മേഖലകളിലുമുള്ള ലിംഗസമത്വ പോരാട്ടത്തിന് ഇത് കരുത്താകട്ടെ എന്നായിരുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അംഗരാജ്യങ്ങൾക്ക് അന്ന് നൽകിയ സന്ദേശം. ലിംഗസമത്വം എന്ന സവിശേഷ നീക്കത്തിന് പുറമെ പല സുപ്രധാന തീരുമാനത്തിനും ഒരുങ്ങുകയാണ് പാരീസ് ഒളിമ്പിക്സ്. ബ്രേക്ക് ഡാൻസ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയത് അത്തരത്തിലൊന്നായിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ഹിപ് ഹോപ്പ് സംസ്കാരത്തിന്റെ ഭാഗമായി കടന്നു വന്നതാണ് ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ് അതിവേഗം ലോകത്ത് പ്രചാരത്തിലായെങ്കിലും കലയോടൊപ്പമാണോ കായിക ഇനത്തോടൊപ്പമാണോ ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതെന്ന സംശയത്തിൽ മത്സര ഇനങ്ങളിൽ നിന്നും ബോധപൂർവം മാറ്റി നിർത്തപ്പെട്ടു. അസാമാന്യ മെയ്വഴക്കവും അസാധാരണ കഴിവും ആവശ്യമായ ഒന്നായിട്ടും ലോകവേദികളിൽ ബ്രേക്ക് ഡാൻസ് പെർഫോമേഴ്സ് വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടാതെ പോയി. ആ ഒരു തെറ്റുകൂടിയാണ് പാരീസ് ഒളിമ്പിക്സ് തിരുത്തുന്നത്. പഴയ ചില ധാരണകളെ ബ്രേക്ക് ചെയ്യാൻ കൂടിയാണ് ഇക്കുറി ബ്രേക്ക് ഡാൻസിനെ മത്സര ഇനമാക്കിയതെന്നാണ് ഒളിമ്പിക്സ് അധികൃതർ പറയുന്നത്. കലയും കായികവും ഉൾച്ചേരുന്ന ഒരു നൃത്തരൂപമാണ് ഇതെന്നും ബ്രേക്ക് ഡാൻസ് മാത്രമല്ല കൃത്യമായ അത്ലറ്റിസവും സൂക്ഷ്മതയും ഫിറ്റ്നസും ആവശ്യമുള്ള കായിക ഇനം കൂടിയാണെന്നും പാരീസ് ഒളിമ്പിക്സ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല അർത്ഥങ്ങളാലും കാരണങ്ങളാലും പാരീസ് ഒളിമ്പിക്സ് കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്.